ടാൻജൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മോഡൽ എക്സാം 7ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെക്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, സബ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് ഇഫ് പി ആൻഡ് ക്യൂ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എൻ ഓഫ് പി ഈക്വൽസ് 12, എൻ ഓഫ് ക്യൂ മൈനസ് പി ഈക്വൽസ് 7, then which among the following is the value of n of option A 12, option B 7, option C 19, option D 5. Sub question B, if P equals set 1, 2, write all the subsets of P. Question number 1 ൻ്റെ ആൻസർ നോക്കാം. സബ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് എൻ ഓഫ് പി എന്ന് പറയുന്നത് 12 എന്ന് തന്നിട്ടുണ്ട്, എൻ ഓഫ് ക്യൂ മൈനസ് പി എന്ന് പറയുന്നത് 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് എൻ ഓഫ് പി യൂണിയൻ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് തന്നേക്കുന്നത് എൻ ഓഫ് പിയും എൻ ഓഫ് ക്യൂ മൈനസ് പിയുമാണ്. അപ്പോൾ എൻ ഓഫ് ക്യൂ മൈനസ് പി ഈക്വൽസ് എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ ഓഫ് ക്യൂ മൈനസ് പി എന്താണ്? 7 ആണ്. ഈക്വൽസ് എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ. നമുക്കറിയാം എൻ ഓഫ് പി യൂണിയൻ ക്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് പി പ്ലസ് എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ത്? എൻ ഓഫ് ക്യൂ മൈനസ് എൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത് 7 ആണെന്നറിയാം. അപ്പോൾ എൻ ഓഫ് പി എന്താണ്? 12. അപ്പോൾ 12 പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്താണ്? 7. 12 പ്ലസ് 7 ഈക്വൽസ് 19. ഓപ്ഷൻ സി ആണ് എന്ത്? ആൻസർ. ഓപ്ഷൻ സി 19 ആണ് ആൻസർ. സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഈക്വൽ ടു സെറ്റ് 1, 2 ആണ്. സെറ്റ് 1, 2 എന്ന് പറയുന്നത് ആ സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, 1ഉം 2ഉം. അതിൻ്റെ സബ്സെറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സബ്സെറ്റ് ഓഫ് പി. പിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് വരാം, സെറ്റ് 1, സെറ്റ് 2 വരാം, സെറ്റ് 1, 2 ആ ഹോൾ സെറ്റും വരാം. അപ്പോൾ സബ്സെറ്റ് ഏതൊക്കെയാണ്? നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ റിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് മോഡ് എക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ ഫംഗ്ഷൻ ഏതാണ്? മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ ഗ്രാഫ് നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ വാല്യൂസ് കൊടുത്തും വരയ്ക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് പകരം, അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എന്താണോ ഇനി റിയൽ വാല്യൂസ് ഓഫ് എക്സ്, എക്സിന് എന്ത് വാല്യൂസ് കൊടുക്കുന്നു അതാണ് എന്ത്? ഇത് -2 -3 കൊടുക്കാം, -2 കൊടുക്കാം, 1 കൊടുക്കാം. അപ്പോൾ എന്താണോ വരുന്നത് അതാണ് എന്ത്? y വാല്യൂ. ഔട്ട്പുട്ട് ആയിരിക്കും എന്ത്? മോഡ് എക്സ് എന്ന് പറയുന്നത്. മോഡ് എക്സിൻ്റെ വാല്യൂസ് ആണ് ഇത്. അപ്പോൾ ഈ വാല്യൂസ് -3 കൊടുക്കുമ്പോൾ 3 വരുന്നു, -2 കൊടുക്കുമ്പോൾ 2 വരുന്നു, -1 കൊടുക്കുമ്പോൾ 1 വരുന്നു, 0 കൊടുക്കുമ്പോൾ 0, 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2. ഇത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഗ്രാഫ് വരയ്ക്കാൻ. എക്സ് എന്ന് പറയുന്നത് y ഈക്വൽസ് പോസിറ്റീവ്, y ഈക്വൽസ് എക്സ് എന്ന് പറയുന്നതാണെങ്കിൽ ലൈൻ എങ്ങനെ വരും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നു. y ഈക്വൽ ടു -x ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, -x ആയ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. ഇതാണ് എന്ത്? മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു വി ഷേപ്പ് ആയിരിക്കും എന്ത്? ഒറിജിനലി ടച്ച് ചെയ്ത ഒരു വി ഷേപ്പ് ആയിരിക്കും മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 15. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ നോക്കാം. cos 15 ആണ്. cos 15 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. cos 15 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാവുന്ന വാല്യൂസ് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യാം. cos 45 - 30 എന്താണ്? cos 15 അല്ലേ? അപ്പോൾ ഇത് ഏത് ഫോമായി? cos x - y. cos x - y എന്താ? നമുക്ക് ഇക്വേഷൻ അറിയാം. cos x cos y പ്ലസ് sin x sin y ആണ് cos x - y. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. cos x cos y പ്ലസ് sin x sin y. ഇത് എക്സും ഇത് വൈയുമായി എടുക്കാം. അപ്പോൾ cos x cos 45 ഇൻറ്റു cos 30 പ്ലസ് sin 45 ഇൻറ്റു sin 30. cos x cos y പ്ലസ് sin x sin y. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 45 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2. cos 30 √3/2. sin 45 എന്താണ്? 1/√2. sin 30 1/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വരും? √3/2√3 പ്ലസ് 1/2√2. √3/2√2 പ്ലസ് 1/2√2. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. √3 പ്ലസ് 1/2√2 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ cos 15 ഡിഗ്രിയുടെ ആൻസർ എന്താണ്? √3 പ്ലസ് 1/2√2. ക്വസ്റ്റ്യൻ നമ്പർ 4, സബ് ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് cos x ഈക്വൽസ് -1/2. ഓപ്ഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് π/6, ഓപ്ഷൻ സെക്കൻഡ് π/3, ഓപ്ഷൻ തേർഡ് 2π/3, ഓപ്ഷൻ 4 -2π/3. സബ് ക്വസ്റ്റ്യൻ
B. Prove that sin 3x plus sin x divided by cos 3x plus cos x equals tan 2x. Question number 4 sub question A നോക്കാം. cos x equals minus 1/2 ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് cos x equals minus 1/2 ആണ്. അപ്പോൾ cos pi/3 ആണ് എന്ത് 1/2. അപ്പോൾ cos pi/3 1/2 ആണ്. അപ്പോൾ നമുക്ക് cos നെഗറ്റീവ് വരുന്ന ക്വാഡ്രൻസ് ഏതെന്ന് നോക്കുക. കോസ് നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റുമാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പൈ മൈനസ് എക്സും തേർഡ് ക്വാഡ്രൻറ്റിൽ പൈ പ്ലസ് എക്സും ആണ്. അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ്, കോസ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ ഏതാണോ നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ആൻസർ അതാണ് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കോസ് പൈ മൈനസ് എക്സ് ആദ്യം നോക്കാം. കോസ് പൈ മൈനസ് എക്സ് നോക്കുമ്പോൾ എന്താണ് കോസ് എക്സ് ഈക്വൽസ് മൈനസ് π/3. അതായത് കോസ് π/3 ആണ് എന്ത് 1/2. കോസ് പൈ മൈനസ് തീറ്റ ആണ് എന്ത് മൈനസ് കോസ് തീറ്റ. അപ്പോൾ കോസ് പൈ മൈനസ് കോസ് എക്സ് ഈക്വൽസ് മൈനസ് കോസ് π/3 ആണ്. അപ്പോൾ കോസ് എക്സ് ഈക്വൽസ് കോസ് പൈ മൈനസ് π/3. അതായത് എന്ത് വരും കോസ് എക്സ് ഈക്വൽസ് കോസ് 2π/3 എന്ന് വരും. അതായത് എക്സ് എന്താണ് 2π/3. ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2π/3 ആണ്. ഓക്കെ, അതെങ്ങനെയാണ് വന്നത് പൈ മൈനസ് എക്സ്. ഓക്കെ, ഇനി പൈ പ്ലസ് എക്സ്, അതായത് തേർഡ് ക്വാഡ്രൻറ്റിൽ പൈ പ്ലസ് എക്സ് നോക്കുമ്പോൾ കോസ് എക്സ് ഈക്വൽസ് കോസ് പൈ പ്ലസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഏതാണ് 1π/3. 1/2 വരുന്നത് ഏതാണ് π/3 ആണ്. അതുകൊണ്ടാണ് നമ്മൾ π/3 എടുക്കുന്നത്. പൈ പ്ലസ് π/3. അപ്പോൾ എന്ത് 4π/3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് 4π/3. അതായത് രണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് കിട്ടി, 2π/3യും 4π/3യും. നമ്മുടെ ഓപ്ഷനിലുള്ളത് 2π/3 ആണ്. തേർഡ് ഓപ്ഷൻ 2π/3. ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ ഈസ് 2π/3. ക്വസ്റ്റ്യൻ 4 ബി പാർട്ടാണ്. LHS എന്ന് പറയുന്നത് sin 3x പ്ലസ് sin x ഹോൾ ഡിവൈഡ് ബൈ കോസ് 3x പ്ലസ് കോസ് എക്സ് ഈക്വൽസ് tan 2x എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇത് നോക്കാം. sin 3x പ്ലസ് sin x ഡിവൈഡ് ബൈ കോസ് 3x പ്ലസ് കോസ് എക്സ്. ഇത് ഏത് ഫോമാണ്? പ്ലസ് സൈൻ ബി എന്താണ് 2 sin a പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഡിനോമിനേറ്റർ എന്താണ് കോസ് എ പ്ലസ് കോസ് ബി, 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഇവിടെ രണ്ടും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ന്യൂമറേറ്ററിൽ ഏതാണ് സൈൻ എ പ്ലസ് സൈൻ ബിയും, ഡിനോമിനേറ്ററിൽ കോസ് എ പ്ലസ് കോസ് ബിയും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാം സൈൻ എ സൈൻ ബി. 2 sin a പ്ലസ് ബി ബൈ 2. 2 sin a എന്ന് പറയുന്നത് 3x ആണ്, ബി എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ 3x പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു കോസ് 3x മൈനസ് എക്സ് ബൈ 2. ഡിനോമിനേറ്ററിൽ എന്ത് വരും കോസ് എ പ്ലസ് കോസ് ബി. കോസ് എ പ്ലസ് എ ബി എന്താണ് 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ 2 കോസ് 3x പ്ലസ് 3 ബൈ 2 ഇൻറ്റു കോസ് 3x മൈനസ് 3 ബൈ 2. ഓക്കെ, ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എന്ത് വരും സൈൻ 3x പ്ലസ് എക്സ് ബൈ 2 എന്ത് വരും സൈൻ 4x ബൈ 2 എന്നും. ഇവിടെ കോസ് 3x മൈനസ് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും 2x ബൈ 2. ഇവിടെ എന്ത് വരും കോസ് 2x ബൈ 2. ഓക്കെ, 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ കോസും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പിലേ ക്യാൻസൽ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ എഴുതി എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ സൈൻ 4x ബൈ 2 എന്നും കോസ് 4x ബൈ 2 എന്നും കിട്ടും. അപ്പോൾ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും 2 വരും. അപ്പോൾ സൈൻ 2x ബൈ കോസ് 2x ഈക്വൽസ് സൈൻ ബൈ കോസ് എന്താണ് ടാൻ ആണ്, ടാൻ 2x എന്ന് കിട്ടും. അപ്പോൾ RHS എന്താണ് ടാൻ 2x. പ്രൂവ് ആയില്ലേ? LHS എന്തായിരുന്നു സൈൻ 3x പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് 3x പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് ടാൻ 2x എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ എ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് 2i whole divided by 2 minus I in the standard form a plus ib. Sub question B, solve the quadratic equation x square minus 2x plus 2 equals 0. Sub question 5 a sub question a എന്ന് പറയുന്ന express the complex number in a plus ib form ആണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. തന്നിരിക്കുന്ന ഈ z 1 plus 2i whole divided by 2 minus I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക a plus ib ഫോമിലോട്ട് മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം ഇതിനെ 1 പ്ലസ് 2i ഡിവൈഡ് ബൈ 2 മൈനസ് ഐയെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 2i ഇൻറ്റു കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എന്താണ് 2 മൈനസ് ഐ ആണ്. കോൺജുഗേറ്റ് എന്ത് വരും 2 പ്ലസ് ഐ. അപ്പോൾ 1 പ്ലസ് 2i ഇൻറ്റു 2 പ്ലസ് ഐ ഹോൾ ഡിവൈഡ് ബൈ 2 മൈനസ് ഐ ഇൻറ്റു
2 + i. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 1 × 2 2, 1 × i i, 2i × 2 4i, 2i × i 2i². i² എന്താണ്, -1 ആണ്. അപ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്റർ എന്ത് വരും, a - b × a + b ആണ്. a + b × a - b എന്താണ്, a² - b² ആണ്. അപ്പോൾ a² - a + b × a - b, a² + b². അപ്പോൾ 2² + 1², i² എന്ത് വരും, 1². അപ്പോൾ 2² എന്താണ്, 4, 1² 1. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും, 5 വരും. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 4i + i 5i വരും, i² -1 വരും. അപ്പോൾ ഇവിടെ -2ഉം ഇവിടെ 2ഉം ക്യാൻസൽ ആയിപ്പോയി, 5i/i എന്ന് വന്നു. 5i/i എന്താണ്, 5i/5, 5ഉം 5ഉം ക്യാൻസലായി i എന്ന് വന്നു. നമുക്ക് ഏത് ഫോമാണ്, a + ib ഫോമാണ്. അപ്പോൾ 0 + i എന്ന ഫോമാണ്. a എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. നമുക്ക് അങ്ങനെ ഒരു ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. biക്ക് പകരം i വന്നു, a + ib ഫോമായി. ഓക്കെ ആണല്ലോ. സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 2x + 2 = 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ a = 1, b = -2, c = 2. b² - 4ac ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ b² എന്ത് വരും, -2² - 4 × 1 × 2, അതായത് 4 - 8 = -4 എന്ന് വന്നു. x = -b ± √b² - 4ac/2a ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -b എന്ന് പറയുന്നത്, b എന്ന് പറയുന്നത് -2, -2 ± √-4/2 × 1. ഓക്കെ ആണല്ലോ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി എന്ത് വരും, 1 ± √-1 × √4/2, 2 ± 2i/2, 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ 1 ± i എന്ന് വരും. ഇതാണ് എന്ത്, x² - 2x + 2 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ 1 ± i. Question number 6, sub question A, find the 9th term of an arithmetic progression 25, 22, 19. Sub question B, if the sum of the progression 25, 22, 19, etc. is 116, find the value of n. ഇപ്പോൾ സബ് ക്വസ്റ്റ്യൻ 6ൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്, 9th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 25, 22, 19 ഇതിൽ നിന്ന് എ എന്താണ്, കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. എ എന്ന് പറയുന്നത് 25 ആണ്, കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. 9th ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, a + 8d ആണ്. a + 8d ആണ് എന്ത്, a9 എന്ന് പറയുന്നത്. അപ്പോൾ a എന്ന് പറയുന്നത് 25 ആണെന്നറിയാം, 8 × d എന്ന് പറയുന്നത് -3. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, 25 - 24 = 1. അപ്പോൾ 9th ടൈം എന്തെന്ന് വന്നു, 1 എന്ന് വന്നു. ഇനി സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് എന്താണ്, nth ടേം കണ്ടുപിടിക്കാനാണ്. SN എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, 116 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SN = എന്താണ്, n/2 × 2a + n - 1 × d ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് nth ടേം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ SN = 116 = n/2 × 2. a എന്ന് പറയുന്നത് എന്താണ്, 25 + n - 1 × d എന്ന് പറയുന്നത് -3. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് നമ്മളൊന്ന് സോൾവ് ചെയ്യുന്നു. അപ്പോൾ n/2 × 25 × 2 എന്ന് പറയുന്നത് 50 ആണ്. n - 1 × -3 എന്ന് പറയുന്നത് എന്താണ്, -3n + 3. ഓക്കെ, -3n + 3. അപ്പോൾ ഈ റിയൽ ടേംസ് നമുക്ക് 50യും 3യും നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. -3n അതേപോലെ എഴുതാം. അപ്പോൾ n/2 × 53 - 50 + 3 53 വന്നു, -3n. ഇനി ഒന്നുകൂടി സോൾവ് ചെയ്യാലോ. ഈ n അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 53n - 3n²/2 ഈക്വൽസ് എന്താണ്, 116 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2 116 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 116 × 2 = 53n - 3n² ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ RHS കിടക്കുന്ന എല്ലാം LHS കൊണ്ടുവരുമ്പോൾ എന്ത് പറയും, സൈൻ ചേഞ്ച് ആവും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്ത് വരും ഇക്വേഷൻ, 3n² - 5n + 232 = 0 എന്ന് വന്നു. ഇതാണ് നമുക്ക് കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൽ ABC യൂസ് ചെയ്ത് -b ± √b² - 4ac/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് -53 ആണ്, c എന്ന് പറയുന്നത് 232 ആണ്.
ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ബി സ്ക്വയർ എന്ന് പറയുന്നത് -53 ദ ഹോൾ സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് -4 ഇൻറ്റു എ എന്ന് പറയുന്നത് 3, സി എന്ന് പറയുന്നത് 232. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 25 എന്ന വാല്യൂ വന്നു. ഇനി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. -b പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. മൈനസ് ബി എന്ന് പറയുന്നത് -53 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പം 25 എന്താ കൂടെയും √25 വരും ഡിവൈഡ് ബൈ √2 × 3. ഓ 53 പ്ലസ് ഓ മൈനസ് 5/6 എന്ന് വന്നു. അത് നമുക്ക് ആഡ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം. 53 പ്ലസ് 5/6 എന്ന് പറയുന്നത് 58/6 = 9.5. അതല്ല നമ്മളുടെ വാല്യൂ, കാരണം n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 53 മൈനസ് 5/6 എന്ന് പറയുന്നത് 48/6 = 8. ഈ 9.6ഉം 8നും രണ്ട് വാല്യൂസ് വന്നു. നമ്മൾ എടുക്കുന്ന വാല്യൂ ഏതാണ്? 8 ആണ്. അപ്പോൾ എന്ത് വന്നു? 8 എന്ന് വരും. SNൻ്റെ n എന്താണ്? 8 ആണ്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 7, സബ് ക്വസ്റ്റ്യൻ A. ഇഫ് A ഈക്വൽ സെറ്റ് A, B, റൈറ്റ് A cross A cross A. സബ് ക്വസ്റ്റ്യൻ B. ഇഫ് R ഈക്വൽ സെറ്റ് X coordinate X, X cube. X is a prime number less than 10. Write R in a roster form. Sub question C. Find the domain and range of a function f of x equals 2 plus root x minus 1. ഈ സബ് ക്വസ്റ്റ്യൻ C റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ചാപ്റ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 5 വീഡിയോയിൽ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡൗട്ടുള്ള കുട്ടികൾ വീഡിയോ പോയി കാണുക. സബ് ക്വസ്റ്റ്യൻ എയുടെയും ബിയുടെയും ആൻസർ നമുക്ക് നോക്കാം. സബ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് A ഈക്വൽ സെറ്റ് A, B ആണ്. ഇതിൻ്റെ A cross A എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇതിനൊരു ഈസി മെത്തേഡാണ് എന്ത്? ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന 2 എലമെൻറ്റ്സ് എയും ബിയും. ആദ്യം അത് എഴുതുന്നു. വീണ്ടും എന്ത് ചെയ്യുക? നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. AB വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു AB. അപ്പോൾ ഈ ഒരു ഫോം നമ്മൾ നോക്കാം. A B B ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതുന്നു. A B A B A B B B A B B A B B. ഇതാണ് എന്ത്? A cross A എന്ന് പറയുന്നത്. ഇതേപോലെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. സബ് ക്വസ്റ്റ്യൻ B എന്ന് പറയുന്ന R ഈക്വൽ ടു കോർഡിനേറ്റ് X, X³ ആണ്. X എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10നേക്കാട്ടിയും ചെറുതായിരിക്കണം, പ്രൈം നമ്പേഴ്സും ആയിരിക്കണം. അപ്പോൾ 10നേക്കാട്ടിയും ലെസ് ദാൻ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7. ഇതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ലെസ് ദാൻ 10. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്താണ്? 2, 3, 5, 7. x³ എന്താണ്? അതിൻ്റെ ക്യൂബുകൾ എടുക്കാം. അപ്പോൾ y ഈക്വൽസ് x³ ആണെങ്കിൽ when x ഈക്വൽസ് 2, y ഈക്വൽസ് 2³ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. x ഈക്വൽസ് 3 വരുമ്പോൾ y ഈക്വൽസ് എന്തായാലും 3³ വരും. 3³ എന്ന് പറയുമ്പോൾ 27. x ഈക്വൽസ് 5, y ഈക്വൽസ് 5³ 5³ എന്താണ്? 125. x ഈക്വൽസ് 7, y ഈക്വൽസ് 7³ 343. അപ്പോൾ നമ്മളുടെ റിലേഷൻ എങ്ങനെ വരും? കോർഡിനേറ്റ് 2, 8, 3, 27, 5, 125, 7, 343. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8. If u equals set 1, 2, 3, 4, 5, 6, 7, 8 and p equals set 2, 3, 4, 6, 7 and q equals set 1, 3, 6, 8, then sub question A, determine p union q, p minus q. Sub question B, determine p complement, q complement. Sub question C, p union q the whole complement equal p complement intersection q complement. അപ്പോൾ 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. u എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? 1, 2, 3, 4, 5, 6, 7, 8 ആണ്. p എന്ന് പറയുന്നത് 2, 3, 4, 6, 7ഉം q എന്ന് പറയുന്നത് 1, 3, 6, 8ഉമാണ്. അങ്ങനെയാണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ A ചോദിച്ചിരിക്കുന്നത് p യൂണിയൻ q ആണ്. p നമുക്കറിയാം, q നമുക്കറിയാം. p എന്താണ്? 2, 3, 4, 6, 7ഉം q എന്ന് പറയുന്നത് 1, 3, 6, 8ഉമാണ്. രണ്ടിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് വരും? 1, 2, 3, 4, 6, 7, 8. ഓക്കെ, യൂണിയൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ 5 ഇല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ 1, 2, 3, 4, 6, 7, 8. ഓക്കെ, p മൈനസ് q. p എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 2, 3, 4, 6, 7ഉം q എന്ന് പറയുന്നത് 1, 3, 6, 8ഉമാണ്. ഇതിൽ നിന്ന് p-ന്ന് q-നുള്ള ടേംസ് കളയുമ്പോൾ നമുക്ക് p മൈനസ് q കിട്ടും.
1 ഇതിലില്ല, 3 ഉണ്ട്, 3 പോയി, 6 പോയി, 8 ഇല്ല. അപ്പോൾ ഏത് വരും? 2 4 7. P മൈനസ് ക്യൂ എന്ന് പറയുന്നത് 2 4 7 ആണ്. സബ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് പി കോംപ്ലിമെൻ്റ് ആണ്. പി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പി സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? 1 2 3 4 5 6 7 8 മൈനസ് പി എന്ന് പറയുന്നത് 2 3 4 6 7 ആണ്. അപ്പോൾ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? പി കോംപ്ലിമെൻ്റ് എന്ന് വരും സെറ്റ് 1 5 8. ഓക്കെ, ക്യൂ കോംപ്ലിമെൻ്റ് എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ക്യൂ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? 1 2 3 4 5 6 7 8ഉം ക്യൂ എന്ന് പറയുന്നത് 1 3 6 8ഉമാണ്. അപ്പോൾ ക്യൂ കോംപ്ലിമെൻ്റ് എന്ത് വരും? സെറ്റ് 2 4 5 7. സബ് ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് പി യൂണിയൻ ക്യൂ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽസ് പി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ പി യൂണിയൻ ക്യൂ ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പി യൂണിയൻ ക്യൂ സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? സെറ്റ് 1 2 3 4 5 6 7 8 ആണ്. പി യൂണിയൻ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ സബ് ക്വസ്റ്റ്യൻ എയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ്? സെറ്റ് 1 2 3 4 6 7 8 ആണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സെറ്റ് 5 എന്ന ആൻസർ വരുന്നു. പി യൂണിയൻ ക്യൂ ദ ഹോൾ കോംപ്ലിമെൻറ്റ് സെറ്റ് 5 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെൻ്റ് ആണ്. പി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പി കോംപ്ലിമെൻ്റ് എന്താണ്? സെറ്റ് 1 5 8ഉം ഇൻ്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 2 4 5 7ഉമാണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഇലമെൻറ്റേ വരുന്നുള്ളൂ, സെറ്റ് 5. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ടും ഈക്വൽ ആണ്. പി യൂണിയൻ ക്യൂ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ പി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ.